നമസ്കാരം. സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് അദ്ദേഹം ചെയ്ത തെറ്റ് സമ്മതിക്കുന്നതിന് തുല്യമാണെന്ന് രഞ്ജിത്തിനെതിരെ ആരോപണമുന്നയിച്ച ശ്രീലേഖ മിത്ര. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും രഞ്ജിത്ത് രാജിവെച്ചതിന് ശേഷം ആദ്യമായി പ്രതികരിക്കുകയായിരുന്നു ശ്രീലേഖ മിത്ര. അപമര്യാദയായി പെരുമാറിയെന്ന ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് രഞ്ജിത്ത് രാജിവെച്ചത്. രഞ്ജിത്തിന്റെ രാജിയിൽ സന്തോഷമോ ദുഃഖമോ ഇല്ല. തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടില്ല. തന്റെ ശരീരത്തിൽ തൊടുക മാത്രമാണ് ചെയ്തത്. അതിക്രമം നടന്നില്ല. എന്നാൽ രഞ്ജിത്തിന്റെ പെരുമാറ്റം ശരിയായിരുന്നില്ല. തനിക്ക് റിട്ടേൺ ടിക്കറ്റ് പോലും നൽകിയില്ല. ഭയത്തോടെയാണ് അന്ന് ഹോട്ടലിൽ കഴിഞ്ഞത്. കേരള പോലീസ് തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ശ്രീലേഖ മിത്ര പ്രതികരിച്ചു. നിരവധി പേർക്ക് ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ട്. രഞ്ജിത്ത് അവസാനത്തെയാളല്ല. രഞ്ജിത്തിനെതിരെ നിയമ നടപടിക്ക് ഇല്ല. താൻ ഒരു പാത ഇക്കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ പലരും പിന്തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തന്നെ കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടില്ലെന്ന് ശ്രീലേഖ മിത്ര പറഞ്ഞു. ഇത് പ്രധാനപ്പെട്ട സമയമാണ്. ഇത്തരത്തിലുള്ള എല്ലാ വിഷയവും പുറത്തു വരേണ്ടതുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ഇപ്പോഴത്തെ രാത്രികൾ മാറില്ല. അതിന് കൂട്ടായ പ്രവർത്തനങ്ങൾ വേണം. ധൈര്യത്തോടെ സംസാരിക്കുന്ന സ്ത്രീകൾക്ക് എന്നും പിന്തുണ ലഭിക്കുന്നില്ലെന്നും ശ്രീലേഖ മിത്ര പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയ നടിമാരുടെ മൊഴിയിൽ പ്രത്യേക പരാതിയില്ലാതെ തന്നെ കേരളത്തിലെ ഇടതു സർക്കാർ നടപടി എടുക്കണമെന്ന് ശ്രീലേഖ മിത്ര പറഞ്ഞു. ഇന്ന് രാവിലെയാണ് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. മോശമായി പെരുമാറിയെന്ന ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രഞ്ജിത്തിന്റെ രാജി. രഞ്ജിത്ത് രാജിവെക്കേണ്ടത് അനിവാര്യമാണെന്ന് LDF നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് രഞ്ജിത്ത് രാജിവെക്കാൻ നിർബന്ധിതനായത്. വയനാട്ടിലുള്ള രഞ്ജിത്ത് ഇന്നലെ തന്നെ കാറിൽ നിന്ന് ഔദ്യോഗിക നെയിം ബോർഡ് മാറ്റിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ ചർച്ചകൾക്കിടെ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന് ബംഗാൾ നടി ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തിയതോടെയാണ് വിവാദം കത്തിയത്. മോശമായി പെരുമാറിയെന്ന ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയായിരുന്നു രഞ്ജിത്തിന്റെ രാജി. 2009-2010 കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ ആ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് ശ്രീലേഖ പറഞ്ഞത്. പരാതി അറിയിച്ചിരുന്നു. പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോടാണ്. എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് നടി പറയുന്നു. പാലേരി മാണിക്യം സിനിമയിലും മറ്റ് മലയാളം സിനിമകളിലും പിന്നീട് തനിക്ക് അവസരം കിട്ടിയില്ല. തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തതുകൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചതെന്ന് ശ്രീലേഖ പറയുന്നു. അതേസമയം ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ചു. സിദ്ദിഖിനെതിരെ കേസെടുക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്.